രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ ആദ്യ ചാപ്റ്ററായിട്ടുള്ള സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ എന്ന ഭാഗമാണ് നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ട്രാൻസ്ഫോർമർ, ഇലക്ട്രിക്കലി ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത് നമ്മൾ സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്. നമ്മളുടെ ആൾട്ടർനേറ്റീവ് കറണ്ട്, അതായത് AC സപ്ലൈയെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യിക്കാനും ഡിക്രീസ് ചെയ്യിക്കാനും, അഥവാ AC വോൾട്ടേജിനെ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ഉപകരണമാണ് ട്രാൻസ്ഫോർമർ. ട്രാൻസ്ഫോർമറിൽ ബേസിക്കലി 2 വൈൻഡിങ് ആണ് ഉണ്ടായിരിക്കുക. അതായത് ഒരു പ്രൈമറി വൈൻഡിങ് പിന്നെ സെക്കൻഡറി വൈൻഡിങ്. അപ്പോൾ അതിലേക്ക് പ്രൈമറി വൈൻഡിലേക്ക് സപ്ലൈ കൊടുക്കുന്നത് ഏതാണോ അത് പ്രൈമറി ആയിട്ട് കൺസിഡർ ചെയ്യും. ആ പ്രൈമറി വൈൻഡിങ്ങിലേക്ക് സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡറി വൈൻഡിങ്ങിൽ കൊടുക്കുന്ന നമ്പർ ഓഫ് ടേൺസിന്, വൈൻഡിങ്ങിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമ്മുടെ വോൾട്ടേജ് കൂടുകയും കുറയുകയും ചെയ്യും. അതിനനുസരിച്ച് കറണ്ട്, വോൾട്ടേജ് കൂടുകയാണെങ്കിൽ ആ സൈഡിൽ കറണ്ട് കുറവായിരിക്കും, അതർവൈസ് വോൾട്ടേജ് കുറവായ സൈഡിൽ കറണ്ട് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്ഫോർമറിൻ്റെ ഐഡിയലി പറയുകയാണെങ്കിൽ ഒരു ട്രാൻസ്ഫോർമറിൻ്റെ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും ഈക്വൽ ആയിരിക്കും. ആൻഡ് AC ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രീക്വൻസിയും സെയിം ആയിരിക്കും. അതായത് 50 ഹെർട്സ് തന്നെയാണ് ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഉണ്ടായിരിക്കുക. ട്രാൻസ്ഫോർമറിന് മെയിനായിട്ട് 2 ടൈപ്പ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം അതിലേക്ക് കൊടുക്കുന്ന സപ്ലൈ അനുസരിച്ചാണ് അതിന് ക്ലാസിഫിക്കേഷൻ വരുന്നതെങ്കിൽ അതിനെ നമ്മൾ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ എന്നും 3 ഫേസ് ട്രാൻസ്ഫോമർ എന്നും ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ സിംഗിൾ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് ഒരു ഫേസും ന്യൂട്രലും മാത്രമാണ് ഒരു സപ്ലൈക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ സപ്ലൈയിൽ നിന്ന് വരുന്നതെങ്കിൽ, KCB നിന്ന് വരുന്നതെങ്കിൽ നമ്മളതിനെ സിംഗിൾ ഫേസ് ആണ് പറയാം. സപ്പോസ് ഫേസും ന്യൂട്രലും അത് R ആയിരിക്കാം, Y ആയിരിക്കാം, B ആയിരിക്കാം, പ്ലസ് ഒരു ന്യൂട്രൽ. അപ്പോൾ അതിൻ്റെ ആ ഫേസ് ന്യൂട്രൽ തമ്മിലുള്ള വോൾട്ടേജ് നമുക്ക് ഓൾറെഡി അറിയാം, 240 വോൾട്ടാണ്. അപ്പോൾ അതിലുപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിനെ നമ്മൾ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കാം. ഇപ്പോൾ നമ്മളുടെ വീടുകളിലെ ആംപ്ലിഫയേഴ്സിലും പിന്നെ നമ്മൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായിട്ടുള്ള പിന്നെ ബാറ്ററി ചാർജർ, ഇതിലെല്ലാം തന്നെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് 3 ഫേസ് ട്രാൻസ്ഫോമർ ആണ്. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ അഥവാ KCBയിൽ നമ്മൾ കാണുന്ന ട്രാൻസ്ഫോമർ എല്ലാം തന്നെ 3 ഫേസ് ട്രാൻസ്ഫോമർ ആയിരിക്കും. നമുക്ക് ജനറേറ്റിംഗ് വോൾട്ടേജ്, ഇപ്പോൾ നമ്മളുടെ പിന്നെ പവർ സ്റ്റേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 11 kV ആണ് നമുക്കറിയാം, അതായത് 11,000 വോൾട്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അവിടുന്ന് ജനറേറ്റ് ചെയ്തിട്ട് നമ്മളുടെ വീടുകളിലേക്കും ഇൻഡസ്ട്രീസിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ എന്താണ്, 3 ഫേസ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടാണ്. ആ 3 ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിൽ 3 ടെർമിനൽസ് ഉണ്ടായിരിക്കും, അഥവാ RYB എന്ന് കാണാം. പിന്നെ ഔട്ട്പുട്ട് ആകുമ്പോൾ അത് എന്തായിരിക്കും, RYB പ്ലസ് ഒരു ന്യൂട്രലും കൂടി വരും. അപ്പോൾ ഇതിനെ, ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറിനെ പൊതുവിൽ ടെക്നിക്കലി നമ്മൾ ഡെൽറ്റ ടു സ്റ്റാർ ട്രാൻസ്ഫോമർ എന്നും അറിയപ്പെടും. അതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 2 ഫേസ് വോൾട്ടേജ് ആണ് വരിക. 2 ഫേസുകൾക്ക് അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 440 വോൾട്ടാണ്, അതായത് 3 ഫേസ് വോൾട്ടാണ് അതിൽ വരുന്നത്. അടുത്തതായി ഈ ചാപ്റ്ററിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. ട്രാൻസ്ഫോർമറും അതിൻ്റെ മുഖ്യ ഘടകങ്ങളും, പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ഫോർമറിൻ്റെ പ്രവർത്തന തത്വം, അതിൻ്റെ വർക്കിംഗ് വോൾട്ടേജസ്, പിന്നെ EMF ഇക്വേഷൻ, ഒരു ട്രാൻസ്ഫോമറിൽ എങ്ങനെയാണ് വോൾട്ടേജ് ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സമവാക്യം, അതിൻ്റെ ടേൺസ് റേഷ്യോ, എങ്ങനെ വൈൻഡിങ്സിൽ എങ്ങനെയാണ് എണ്ണം കൊടുക്കേണ്ടത്, പിന്നെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ വർക്കിംഗ്, പിന്നെ അതിൽ വരുന്നതാണ് ഈ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമറും അതുപോലെ കറണ്ട് ട്രാൻസ്ഫോമറും, അതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും, പിന്നെ ക്ലിപ്പ് ഓൺ മീറ്ററിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിങ്ങും, പിന്നെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഓട്ടോ ട്രാൻസ്ഫോർമർ, ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ, അതായത് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമറിൻ്റെ വിവിധ തരം ആപ്ലിക്കേഷൻസ്, പിന്നെ ലാസ്റ്റായിട്ട് ട്രാൻസ്ഫോമറിൻ്റെ ലോസസ്, അതിന് വരുന്ന ലോസസ് ആൻഡ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറേ ഹീറ്റ് പരമായിട്ടും അല്ലെങ്കിൽ ചൂടായിട്ട് കുറേ പവർ നഷ്ടം അവിടെ വരുന്നുണ്ട്.
അപ്പൊ അതുമൂലം ഉണ്ടാകുമ്പോൾ അതിന്റെ എഫിഷ്യൻസി കൂടാണോ കുറയാണോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ട്രാൻസ്ഫോർമറിന്റെ മെയിൻ ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിന്റെ മെയിൻ ഭാഗങ്ങൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ത്രീ ഫേസിലും വരിക. അപ്പൊ ബേസിക്കലി നമുക്ക് സിംഗിൾ ഫേസിന്റെ പഠിക്കാം. സിംഗിൾ ഫേസിൽ ഒരു ട്രാൻസ്ഫോർമർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ആകെ 2 വൈൻഡിങ്, മിനിമം 2 വൈൻഡിങ്ങും ഒരു കോറും, അത് പച്ചിരുമ്പ് സോഫ്റ്റ് അയൺ ബാർ, ആ ഒരു സോഫ്റ്റ് അയൺ ബാറിൽ ചുറ്റി വെച്ചിരിക്കുന്ന, അടുത്തടുത്തായി ചുറ്റി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുടെ എണ്ണം കുറഞ്ഞ ടേൺസിനും പുറമെ അതിന് മുകളിലായി ചുറ്റുകൾ കൂടിയ പിന്നെ ടേൺസും ചുറ്റി വെച്ചിരിക്കുന്നത്. ഇതാണ് ട്രാൻസ്ഫോർമറിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. പിന്നെ ട്രാൻസ്ഫോർമറിലെ എണ്ണം, വൈൻഡിങ്ങുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ആ സൈഡ് എന്തായിരിക്കും, സപ്ലൈ വോൾട്ടേജ് കൂടുതലായിരിക്കും. ഇനി ട്രാൻസ്ഫോർമറിന്റെ നമ്പർ ഓഫ് ടേൺസ്, വൈൻഡിങ്ങിലെ ചുറ്റുകളുടെ എണ്ണം കുറഞ്ഞ സൈഡിൽ എന്തായിരിക്കും, വോൾട്ടേജ് എന്ന് പറയുന്നത് കുറവായിരിക്കും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വോൾട്ടേജ് കൂടിയ സൈഡിൽ കറണ്ട് വളരെ കുറവായിരിക്കുകയും വോൾട്ടേജ് കുറഞ്ഞ സൈഡിൽ കറണ്ട് മാക്സിമം കൂടുതലായിരിക്കുകയും ചെയ്യും. അപ്പൊ കറണ്ട് കൂടുന്നത് കൊണ്ട് തന്നെ നമ്പർ ഓഫ് ടേൺസ് കുറഞ്ഞ സ്ഥലത്ത് വളരെ വണ്ണം കൂടിയ, കാരണം വണ്ണം കൂടിയ കമ്പിയിലൂടെയാണ് കൂടുതൽ കറണ്ട് പ്രവഹിക്കുകയുള്ളൂ. അതുകൊണ്ട് അവിടെ നമ്പർ ഓഫ് ടേൺസ് കുറഞ്ഞ സ്ഥലത്ത് വണ്ണം കൂടിയ കേബിളും നമ്പർ ഓഫ് ടേൺസ് കൂടിയ സ്ഥലത്ത് വണ്ണം കുറഞ്ഞ കേബിളും ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ട്രാൻസ്ഫോർമറിന് പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ് എന്ന് 2 കോയിലാണുള്ളത്. ഈ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും പരസ്പരം മാറാം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ വീട്ടിലുള്ള ഒരു 230 വോൾട്ടിനെ 12 വോൾട്ട് ആക്കുന്ന ഒരു ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്പർ ഓഫ് ടേൺസ് കൂടിയ സൈഡിൽ 230 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ നമ്പർ ഓഫ് ടേൺസ് കുറഞ്ഞ സ്ഥലത്താണ് നമുക്ക് 12 വോൾട്ട് കിട്ടുന്നത്, നമ്മുടെ ആംപ്ലിഫയറിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിൽ. ഇതേ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ ഒരു AC സപ്ലൈ 12 വോൾട്ട് ഹൈ ആംബിയർ, ഇപ്പൊ ഇൻവെർട്ടറിന്റെ പ്രവർത്തന തത്വമാണ് ഇവിടെ കൂടെ പറയുന്നത്. ഇപ്പൊ നമ്മൾ വീടുകളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന, ഇൻവെർട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന 100 AH ബാറ്ററിയിലുള്ള 12 വോൾട്ട് DC സപ്ലൈ ആണല്ലോ. അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻവെർട്ടർ സർക്യൂട്ടർ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഹൈ ആംബിയർ വിത്ത് ലോ വോൾട്ടേജ് ഉള്ള ബാറ്ററിയിൽ നിന്ന് അതിനെ ഹൈ ആംബിയർ വിത്ത് ലോ വോൾട്ടേജ് AC ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് ഇൻവെർട്ടർ സർക്യൂട്ട് ചെയ്യും. അങ്ങനെ ഈ 100 ആംബിയറും 12 വോൾട്ടുമുള്ള സപ്ലൈയെ നമ്മൾ ഈ മേൽപ്പറഞ്ഞ ട്രാൻസ്ഫോമറിന്റെ 12 വോൾട്ടുള്ള സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ അതർ സൈഡിൽ നമ്മൾ നേരത്തെ ഏതാണോ പിന്നെ 240 അതായത് 230 വോൾട്ട് കൊടുത്ത സ്ഥലം, അവിടെ നമുക്ക് എന്ത് കിട്ടും, ഈ സിംഗിൾ ഫേസ് വോൾട്ടേജ് കിട്ടും. അതായത് 230 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ടായി കിട്ടും. അതായത് ഒരു ട്രാൻസ്ഫോർമറിന്റെ ഇൻപുട്ട് സൈഡും ഔട്ട്പുട്ട് സൈഡും മാറാം. ബിക്കോസ് നമ്മൾ എവിടെയാണോ ഇൻപുട്ട് കൊടുക്കുന്നത് അത് പ്രൈമറി വൈൻഡിങ് എന്നും, എവിടെ നിന്നാണോ ലോഡിലേക്ക് സപ്ലൈ പോകുന്നത് അത് സെക്കൻഡറി വൈൻഡിങ് എന്നും വിളിക്കാം. പിന്നെ അത് നടുവിൽ ചുറ്റിവെച്ചിരിക്കുന്ന പച്ചിരുമ്പ് കോറിനെ നമ്മൾ ട്രാൻസ്ഫോർമറിന്റെ കോർ എന്നും വിളിക്കുന്നു. വിവിധ തരം ട്രാൻസ്ഫോർമറിന്റെ മേക്കിങ്ങിനനുസരിച്ച് ട്രാൻസ്ഫോർമറിനെ നമുക്ക് എന്ത് ചെയ്യാം, 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അതായത് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമർ എന്നും, കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്നും, ബെറി ടൈപ്പ് ട്രാൻസ്ഫോമർ എന്നും. അതിൽ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നതാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഒരു ട്രാൻസ്ഫോമർ, ആംപ്ലിഫയറിലൊക്കെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിന് എന്തുണ്ടായിരിക്കും, ഒരു നമ്മൾ വിൻഡോ, 2 സൈഡ് വിൻഡോ ഓപ്പൺ ആയിട്ടുള്ള ഷെല്ലാണ്, അല്ലെങ്കിൽ ഒരു പച്ചിരുമ്പ് കോറാണ് അതിലുണ്ടായിരിക്കുക. ആ ഒരു വിൻഡോയിൽ നടുവിലുള്ള ആ ഒരു സ്ട്രക്ചറിൽ, നടുവിലുള്ള ബിംബത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 2 വൈൻഡിങ്ങും, പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും നമ്മൾ ചുറ്റി വയ്ക്കുന്നു.
അപ്പോൾ എന്താ ഉണ്ടാവുന്നത്, അതിൽ ഈ പ്രൈമറി കോയിലിലേക്ക് സപ്ലൈ വരുന്ന സമയത്ത് ആ പ്രൈമറി കോയിൽ വരുന്നത് AC സപ്ലൈ ആണല്ലോ. ആ AC സപ്ലൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ആക്ച്വലി ആൾട്ടർനേറ്റിംഗ് സപ്ലൈ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്ത്, ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. അഥവാ ക്രമമായ ഇടവേളകളിൽ വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന, കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം. അങ്ങനെ കാന്തിക മണ്ഡലം ഈ എന്ത് ചെയ്യും, ഈ വിൻഡോ പോലെ ഇരിക്കുന്ന, അതായത് ഷെൽ ടൈപ്പ് നോക്കുക, ഷെൽ ടൈപ്പില് വിൻഡോ പോലെ ഇരിക്കുന്ന കോറിലൂടെ അത് സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമുക്കറിയാം ഈ പച്ചിരുമ്പ് ഇല്ലെങ്കിൽ അയൺ എന്ന് പറയുന്നത് പ്യുവർലി എന്താണ്, ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ കാന്തിക ബലരേഖകൾ തീർച്ചയായും അതിൻ്റെ ഉള്ളിലൂടെ സുഗമമായി സർക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അത് പ്രൈമറിയിൽ കൊടുക്കുന്ന സപ്ലൈ മൂലം ഉണ്ടാകുന്ന കാന്തിക ബലരേഖകൾ എന്ത് ചെയ്യും, തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്തിരിക്കുന്ന പ്രൈമറി കോയിലിലേക്ക് എത്തും. ഓക്കെ, ആ പ്രൈമറി കോയിലില് നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുതലായിരിക്കും വിത്ത് റെസ്പെക്ട് ടു പ്രൈമറി. അതുപോലെ തന്നെ പ്രൈമറി അപേക്ഷിച്ച് സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കുറവാണെങ്കിൽ അതിന്റെ സെക്കൻഡറി വോൾട്ടേജ് കുറവും ആയിരിക്കും. ഇനി കോർ ടൈപ്പ് ചിത്രം നോക്കുകയാണെങ്കിൽ അതിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. അതിൽ ഒറ്റ വിൻഡോ ഉള്ളൂ. ഓക്കെ, അതൊരു ഫ്രെയിം പോലെയാണ് അതിൽ നമ്മൾ കോറ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് പറയാം കുറച്ചുകൂടി എഫിഷ്യൻസി കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം രണ്ട് സൈഡിലൂടെ എന്ത് ചെയ്യില്ല, മാഗ്നറ്റിക് ഫീൽഡ് സർക്കുലേറ്റ് ചെയ്യില്ല, ഒരു സൈഡിലൂടെ മാത്രമേ ചുറ്റാൻ പറ്റുന്നുള്ളൂ. പിന്നെ മാത്രമല്ല ഈ രണ്ട് കോയിലുകൾ തമ്മിൽ കുറച്ച് ഗ്യാപ്പും അവരിൽ കാണാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒരു ട്യൂബ് ലൈറ്റിൻ്റെ ഉള്ളിൽ ചോക്ക് നോക്കുകയാണെങ്കിൽ ഒരു കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ പോലെ, ആക്ച്വലി അത് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ കൂടിയും ഒരു കോർ ടൈപ്പ് പോലെയാണ് അതിൽ എന്തിരിക്കുന്നത്, ചോക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈമറി സപ്ലൈ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡ് സെക്കൻഡറിയിലേക്ക് എന്ത് ചെയ്യും, ഈ ഒരു മാഗ്നറ്റിക് കോറിലൂടെ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ സെക്കൻഡറി കോയിലെത്തും, ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി അടുത്തത് പറയുന്നത് എന്താണ്, ഒരു ബെറി ടൈപ്പാണ്. ഒരു നമുക്ക് സ്പെഷ്യൽ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയതായിട്ട് നമ്മൾ ഒരു ഇതിൻ്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു പാറ്റേണിലാണ് എന്ത് വെച്ചിട്ടുള്ളത്, കോറ് വെച്ചിട്ടുള്ളത്, അഥവാ ഈ പച്ചിരുമ്പ് കോറ് വെച്ചിട്ടുള്ളത്. ആ പച്ചിരുമ്പ് കോറിന്റെ ഉള്ളിലായിട്ട് ആ വൈൻഡിങ്സും അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ വൈൻഡിങ്സ് ഒന്നിന് മേലെ ഒന്നായിട്ട് നമ്മൾ ചുറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. എനിവേ അതിലൂടെ എന്ത് ചെയ്യും, മൊത്തത്തിൽ ആ ഒരു പാറ്റേൺ വഴി കൊടുക്കുന്ന സപ്ലൈയിൽ ഉണ്ടാകുന്ന ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് സർക്കുലേറ്റ് ചെയ്യുകയും നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് പറയാനുള്ളത്, ഇതിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് എന്താണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എണ്ണം കൂടിയത് എന്നുള്ള അർത്ഥം. അതായത് രണ്ട് വൈൻഡിങ് അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു കോയിലിൽ ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയാണെങ്കിൽ തൊട്ടടുത്ത കോയിലും അതിനനുസരിച്ച് അതിനാനുപാതികമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് മുഖാന്തരം എന്തുണ്ടാകുന്നു, വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി പറയാണ്ട്, അറ്റ് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ആൻഡ് പവർ, സ്ഥിരമായ അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ ആൻഡ് ഇറ്റ്സ് ടൈപ്സ് ആസ് പെർ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമറിന്റെ പ്രവർത്തന തത്വം എന്നിട്ട് അതിന്റെ വോൾട്ടേജസും, നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത് എങ്ങനെയാണ്. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. രണ്ട് കോയിലുകൾ തമ്മിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരസ്പരം കൂട്ടിവെക്കുമ്പോൾ ഒന്നിലേക്ക് നമ്മൾ AC സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ്, ആൾട്ടർനേറ്റീവ് സപ്ലൈ കൊടുക്കുന്നത് കൊണ്ട് ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും അത് തൊട്ടടുത്തുള്ള കോയിലിൽ ഒരു EMF ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റ് കോൺസ്റ്റന്റ് പവർ, ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും കോൺസ്റ്റന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഫ്രീക്വൻസി, ഇപ്പൊ നമുക്കറിയാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 സൈക്കിൾസ് പെർ സെക്കൻഡ് അഥവാ 50 ഹെർട്സ് ആണ്. അപ്പൊ നമ്മൾ പ്രൈമറിയിലെ ഫ്രീക്വൻസി തന്നെ ആയിരിക്കും സെക്കൻഡറിയിലെ ഫ്രീക്വൻസിയും. അതിനും യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടായിക്കൊള്ളില്ല.
പിന്നെ ആ കൊടുക്കുന്ന നമ്പർ ഓഫ് ടേൺസിനനുസരിച്ച് അത് എന്ത് ചെയ്യും, വോൾട്ടേജ് കൂടുകയും കുറയുകയും ചെയ്യും. ഇപ്പോൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ വോൾട്ടേജ് ഇ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രൈമറി വോൾട്ടേജ് ആൻഡ് ഇ എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ അതിൽ ഉണ്ടാകുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് എന്താണ്, ആ കോയിലാണ് ജനറേറ്റ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് ട്രാൻസ്ഫോമറിലെ 2 ക്ലാസിഫിക്കേഷനാണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും. അതായത് പ്രൈമറി സൈഡിൽ സപ്ലൈ കൊടുത്തത് സെക്കൻഡറി സൈഡിലേക്ക് വരുമ്പോൾ അത് കുറവ് വരികയാണെങ്കിൽ, അതായത് 230 വോൾട്ട് നമ്മൾ ട്രാൻസ്ഫോമർ കൊടുത്തിട്ട് നമുക്ക് 12 വോൾട്ട് ബാറ്ററി ചാർജർ ഉണ്ടാക്കണമെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, അതിനെ കുറയ്ക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നു. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് സൈഡിൽ കൊടുക്കുന്ന സ്ഥലത്ത് നമ്പർ ഓഫ് ടേൺസ് കൂടുതലും ലോഡിലേക്ക് കൊടുക്കുന്ന കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കുറവും ആയിരിക്കും. ഇനി നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന സൈഡിൽ നമ്പർ ഓഫ് ടേൺസ് കുറവും ഇൻപുട്ടിൽ നിന്ന് ലോഡിലേക്ക് കൊടുക്കുന്ന സ്ഥലത്ത് നമ്പർ ഓഫ് ടേൺസ് കൂടുതലുമായുള്ള ട്രാൻസ്ഫോമറിനെ, അതായത് ഇൻപുട്ടിൽ ലോവർ വോൾട്ടേജ് കൊടുത്തിട്ട്, ഇപ്പോൾ ഒരു ഇൻവേർട്ടറിൻ്റെ പറയുകയാണെങ്കിൽ 12 വോൾട്ട് DC ആണല്ലോ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നത്, അവയെ നമ്മൾ എന്താക്കുന്നു, അതിനെ AC ആയി കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് 230 വോൾട്ടായി ഇൻക്രീസ് ചെയ്യുന്നു. അതിലുപയോഗിക്കുന്ന ട്രാൻസ്ഫോമറെ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കാം. അടുത്തത് EMF, ഇക്വേഷൻ ആൻഡ് ടേൺസ് റേഷ്യോ ഓഫ് ദി ട്രാൻസ്ഫോമർ. EMF എന്ന് പറയുന്നത് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. നമ്മളുടെ വോൾട്ടേജിൻ്റെ എക്സാക്റ്റ് നെയിം എന്ന് പറയുന്നത് എന്താണ്, EMF എന്നാണ്. എന്താണ് EMF? ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണുകളെ മോട്ടീവ് ചെയ്യിക്കുന്ന ബലം, അതാണ് എന്ത്, EMF അഥവാ വോൾട്ടേജ്. ഒരു കോയിലിലേക്ക് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് കോയിലിലേക്ക് സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞതിന് പ്രകാരം തൊട്ടടുത്തുള്ള കോയിലിൽ ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് മൂലം എന്തുണ്ടാകുന്നു, ആ ഒരു കോയിലിൽ ഒരു EMF അഥവാ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. അതെങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഉണ്ടാകുന്ന ഫ്ലക്സ്, ഇതിൽ ഇക്വേഷനിൽ കാണിച്ചത് ഫൈ എന്ന് പറയുന്നത് മാക്സിമം ഫ്ലക്സ് ആണ്. ഓക്കെ, ആ വട്ടത്തിൽ വരയിട്ടിരിക്കുന്നത് നമ്മൾ ഫേസ് എന്നൊക്കെ എഴുതുന്നതും ആ ലെറ്റർ വെച്ചിട്ടാണ്, റോമൻ ഗ്രീക്ക് ലെറ്ററാണ് ഫൈ. ഓക്കെ, ആ ഫൈനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാക്സിമം എത്രത്തോണ്ട് മാഗ്നറ്റിൻ്റെ തീവ്രത അല്ലെങ്കിൽ മണ്ഡലം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻവിസിബിൾ ആയിട്ടുള്ളതാണല്ലോ അത്. അപ്പോൾ അത് കൂടുതൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് ഔട്ട്പുട്ടിലെ വോൾട്ടേജ് അഥവാ സെക്കൻഡറി കോയിലെ വോൾട്ടേജ് കൂടും. അത് ഫ്ലക്സ് മാക്സിമം എന്നുള്ളൊരു പോയിന്റാണ്, അതിന് ആനുപാതികമായിട്ട് കൂടും. അതുപോലെ തന്നെ ഫ്രീക്വൻസി, ഇപ്പോൾ നമ്മളുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 50 ഹെർട്സ് ആണെങ്കിൽ നമ്മളുടെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 60 ഹെർട്സ് ആണ്. അപ്പോൾ ഈ 50 ഹെർട്സ് സപ്ലൈ നമ്മൾ കൊടുക്കുന്നതിന് പകരം 60 ഹെർട്സ് സപ്ലൈ ആണ് കൊടുക്കണമെങ്കിൽ സെയിം ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂട്ടാൻ കഴിയും. കാരണം അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കൂടിക്കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഔട്ട്പുട്ട് നമ്മൾ സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് കൂടും. പിന്നെ എന്താണ് നേരത്തെ പറഞ്ഞത് പ്രകാരം നമ്പർ ഓഫ് ടേൺസ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വോൾട്ടേജ് കൂടും. അപ്പോൾ ഈ മാക്സിമം ഫ്ലക്സും ഫ്രീക്വൻസിയും നമ്പർ ഓഫ് ടേൺസും കൂടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ്, അതായത് ട്രാൻസ്ഫോർമറിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് കൂടും. അത് എല്ലാം പ്രൊപ്പോർഷണലാണ്, ആനുപാതികമാണ്. അപ്പോൾ നമ്മൾ ആ പ്രൊപ്പോർഷണാലിറ്റി കളയാനായിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഒരു സ്ഥിരാംഗി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് 4.44. അതായത് ഒരു ട്രാൻസ്ഫോർമറിൻ്റെ EMF ഇക്വേഷൻ എന്ന് പറയുന്നത് 4.44 ഇൻറ്റു 5 മാക്സ് അഥവാ മാക്സിമം ഫ്ലക്സ് ഇൻറ്റു ഫ്രീക്വൻസി 50 ഹെർട്സ് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് എത്രയാണോ അതാണ്. അടുത്തത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓഫ് ട്രാൻസ്ഫോർമർ. നമ്മൾ നേരത്തെ പറഞ്ഞതിന് പ്രകാരം വോൾട്ടേജ് എത്രത്തോണ്ട് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന നമ്പർ ഓഫ് ടേൺസിന് ആനുപാതികമായിട്ടായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻപുട്ട് സൈഡിൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സൈഡിൽ 100 നമ്പർ ഓഫ് ടേൺസ് അഥവാ ചുറ്റുകളുടെ എണ്ണം 100 എടുക്കുകയും നമ്മൾ
സെക്കൻഡറി സൈഡിൽ സപ്ലൈ പുറത്തേക്ക് എടുക്കുന്ന സൈഡിൽ എന്ത് ചെയ്യുന്നു, 20 നമ്പർ ഓഫ് ടേൺസ് എന്നുള്ളത് എക്സാമ്പിൾ വിചാരിക്കുക. അപ്പോൾ എന്തുണ്ടാവുന്നു, നമ്മൾ പ്രൈമറി സൈഡിൽ 100 എന്നുള്ള നമ്പർ ഓഫ് ടേൺസ് 100 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ 20 വോൾട്ട് കിട്ടും. അഥവാ നമ്മൾ ഇവിടെ 200 വോൾട്ടാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് സൈഡിൽ എന്ത് കിട്ടും, 40 വോൾട്ട് കിട്ടും, അതിന്റെ ഇരട്ടി കിട്ടും. അപ്പൊ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഞങ്ങൾ എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എന്ന് പറയുന്നത് എന്താണ്, 20 പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എന്ന് പറയുന്നത് 100. അപ്പോൾ 20/100 അതാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ നേരെ നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കേസ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന നമ്പർ ഓഫ് ടേൺസ് കുറവുള്ള സ്ഥലത്താണ് ലോവർ വോൾട്ടേജ് 20 വോൾട്ട് കൊടുത്തിട്ട് അതർ സൈഡിൽ 100 നമ്പർ ഓഫ് ടേൺസ് കൊടുത്ത് 100 വോൾട്ട് കിട്ടുകയാണെങ്കിൽ എന്തായിരുന്നു, പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 100ഉം സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 20ഉം ആകും. അപ്പോൾ അവിടെ കിട്ടുന്ന ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അഥവാ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 5 ആണ്. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിന്റെ 5 ഇരട്ടി നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ പ്രകാരമാണെങ്കിൽ സ്റ്റെപ്പ് ഡൗണിങ് ആണെങ്കിൽ കൊടുത്ത വോൾട്ടേജിന്റെ 1/5 ഭാഗം, അതായത് ബൈ 5 എന്നുള്ള അനുപാതത്തിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ട് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം NS/NP = ES/EP. ഇതിൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി NS, NP എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, ആൻഡ് ES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ EMF ആണ്, അവിടെ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ്, സെക്കൻഡറിയിൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് ES ഡിവൈഡഡ് ബൈ EP, അതായത് EMF ഇൻ പ്രൈമറി. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂന്നാമത് കറണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വോൾട്ടേജ് കൂടുകയാണെങ്കിൽ കറണ്ട് കുറയും. ആയതിനാൽ തന്നെ ഈ കറണ്ട് നേരെ റിവേഴ്സ് ആയിട്ടാണ് വരിക. മേലെ IP കറണ്ട് ഇൻ പ്രൈമറി ഡിവൈഡഡ് ബൈ കറണ്ട് ഇൻ സെക്കൻഡറി, ദാറ്റ്സ് എല്ലാം = K അഥവാ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആയിരിക്കും. അടുത്തത് ട്രാൻസ്ഫോർമറിൽ ഇനി സ്പെഷ്യൽ ഇൻസ്ട്രുമെന്റൽ ട്രാൻസ്ഫോർമറിനെ കുറിച്ച് പഠിക്കാം. അതായത് നമ്മൾ ട്രാൻസ്ഫോർമർ വെച്ചിട്ട് നമുക്ക് എന്തുണ്ട്, വോൾട്ടേജ് മെഷർ ചെയ്യണം, അതുപോലെ തന്നെ കറണ്ട് മെഷർ ചെയ്യണം. ഇപ്പോൾ നമ്മളെ വീടുകളിൽ നിന്നുള്ളതല്ല, KCBയിലുള്ള ട്രാൻസ്ഫോർമർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിലൂടെ പോകുന്ന കറണ്ടിന്റെ എമൗണ്ട് എടുക്കേണ്ടി വരും, അതേപോലെ തന്നെ വോൾട്ടേജിന്റെ എമൗണ്ടും എടുക്കേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഒരു ഹൈ വോൾട്ടേജിനെ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് അതിൻ്റെ വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 11 kV, അതായത് 11,000 വോൾട്ടിൽ നമ്മൾ സപ്ലൈ നമുക്ക് ഒരു മീറ്റർ വെച്ച് മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു വോൾട്ടേജിലേക്ക് നമ്മൾ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ആഡ് ചെയ്യേണ്ടി വരും. 3 ഫേസിൽ തന്നെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, 11,000-ൽ നിന്ന് നമുക്ക് ഏകദേശം അതിൻ്റെ റേഷ്യോ അനുസരിച്ച് ഒരു 11 വോൾട്ടോ അല്ലെങ്കിൽ 110 വോൾട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമർ അഥവാ PT എന്ന് നമുക്ക് ചുരുക്കപ്പേരിൽ വിളിക്കാം. ഇപ്പോൾ PT ആക്ച്വലി ഒരു സ്റ്റെപ്പ് ഡൗണിങ് ട്രാൻസ്ഫോമർ ആണ്. 11,000 ഉള്ള വോൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. ഏതിലേക്ക്, 110, അതായത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 2 0 വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ 110 വോൾട്ട്. ആ 110 വോൾട്ടിൽ ചെറിയ മീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് അറിയാൻ പറ്റും. അപ്പോൾ ഒരു 11,000 വോൾട്ട് ചെറുതായിട്ട് കുറയുകയാണെങ്കിൽ പോലും അതിന് ആനുപാതികമായിട്ട് 110 വോൾട്ടിൽ എന്തുണ്ടായിരിക്കും, ഫ്ലക്ച്വേഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു മീറ്ററാണ് CT അഥവാ കറണ്ട് ട്രാൻസ്ഫോർമർ. നമുക്ക് അതിലൂടെ പോകുന്ന കറണ്ടിനെയാണ് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ഒരു ലൈനിലൂടെ പോകുന്ന 50 ആംപിയർ 100 ആംപിയർ എന്ന ലെവലിലുള്ള ഒരു നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വരും, അത്ര ഹൈ എമൗണ്ടിലുള്ള കറണ്ടിനെ മെഷർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ടി വരും.
കാരണം ഒരു ലൈനിലേക്ക് നമ്മളൊരു ഹോളിലൂടെ ഒരു CT എന്ന് പറയുമ്പോൾ അതിനൊരു റൗണ്ട് റിങ് ഉണ്ടായിരിക്കും. ആ റിങ്ങിലൂടെ നമുക്ക് വേണ്ട ഏത് ഫേസിൽ നിന്നാണോ നമുക്ക് കറണ്ട് മെഷർ ചെയ്യേണ്ടത് ആ ഫേസിനെ ഈ പറയുന്ന റിങ്ങിലേക്ക് കടത്തിവിടുക. അപ്പോൾ ഹ്യൂജ് എമൗണ്ട് ഉള്ള കറണ്ട് ഉണ്ടാകുമ്പോൾ അതിന് ആനുപാതികമായിട്ട് അത്രയും കാന്തിക മണ്ഡലം ഉണ്ടാകും. അപ്പോൾ അത് എന്ത് ചെയ്യും, ഈ പറയുന്ന റിങ് ആക്ച്വലി ഒരു സോഫ്റ്റ് അയൺ കോർ ആയിരിക്കും. അതിൽ ഒരുപാട് ഏകദേശം 1000 അല്ലെങ്കിൽ 10000 ടേൺസ് ഉള്ള ഒരു കോയിലായിരിക്കും. അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് എന്ത് ചെയ്യും, ആ മാഗ്നറ്റിക് ഫീൽഡിനനുസരിച്ച് ഒരു വോൾട്ടേജ് അവിടെ മെഷർ ചെയ്യും. ആ വോൾട്ടേജ് ആണ് നമ്മൾ കറണ്ട് ആയിട്ട് നമ്മൾ മീറ്ററിൽ കാണിക്കുക. ഇതിനെയാണ് നമ്മൾ CT എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ഇലക്ട്രീഷ്യൻസ് പലരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ക്ലിപ്പ് ഓൺ മീറ്റർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ഹോൾഡിംഗ് കോയിൽ ഉണ്ടായിരിക്കും. അത് നമുക്കതിന് ക്ലാമ്പ് ചെയ്യാൻ പറ്റും ഒരു ഫേസിലൂടെ. ഇപ്പോൾ നമ്മൾ സൈറ്റിൽ പോയിട്ട് അത് ഫേസിലെ കറണ്ട് കാണിക്കണമെങ്കിൽ ഫേസ് ലൈനിനെ നമ്മൾ എന്ത് ചെയ്യും, അത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഫേസ് കടത്തിവിട്ട് ആ ഫേസിൽ ഉണ്ടാകുന്ന കറണ്ട് ഫ്ലക്ച്വേഷൻസ് ആ ഒരു ക്ലിപ്പ് ഓൺ മീറ്ററിൻ്റെ ഇൻസൈഡിലുള്ള കോയിൽ ഡിറ്റക്ട് ചെയ്യുകയും ആ കറന്റ് പ്രൊപ്പോർഷണൽ ആയിട്ട് ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ആ വോൾട്ടേജ് ആണ് നമുക്ക് മീറ്ററിൽ റീഡ് ചെയ്യാം. ഇപ്പോൾ ഇത്ര ആംബിയർ കറണ്ട് ഉണ്ട്, ഇന്ന ഫേസിൽ ഫേസിൽ 6 ആംബിയർ കറണ്ട് ഉണ്ട്, അതുപോലെ തന്നെ Y ഫേസിൽ 6 ആംബിയർ കറണ്ട് ഉണ്ട്, പിന്നെ B ഫേസിലും 6 ആംബിയർ കറണ്ട് ഉണ്ട് എന്നെല്ലാം നോക്കുന്നത് ഈ പറയുന്ന ക്ലിപ്പ് ഓൺ മീറ്റർ ഉപയോഗിച്ചാണ്. ചുരുക്കി പറഞ്ഞാൽ PT അഥവാ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് അപ്പിംഗ് ട്രാൻസ്ഫോമറും CT അഥവാ കറന്റ് ട്രാൻസ്ഫോമർ അതുപോലെ തന്നെ ക്ലിപ്പ് ഓൺ മീറ്റർ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ആയിരിക്കും. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ. ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് അപ്പിംഗ് ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗണിംഗ് ട്രാൻസ്ഫോമറുമാണ്. നമ്മൾ സ്റ്റെബിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി അതിൽ ഉപയോഗിക്കുന്നത് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ആണെന്ന് പറയാം. കാരണം നമുക്ക് കിട്ടേണ്ട വോൾട്ടേജ് കൂടുതലാണെങ്കിൽ അതിനെ കുറയ്ക്കാനും അതേപോലെ തന്നെ ഇൻപുട്ട് അഥവാ വരുന്ന വോൾട്ടേജ് കുറവാണെങ്കിൽ അതിനെ കൂട്ടാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന ഓട്ടോ ട്രാൻസ്ഫോർമർ. അതിന് ഒരു റോട്ടറി സ്വിച്ച് ഉണ്ടായിരിക്കും. അത് മാനുവലി നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. ആ റൊട്ടേറ്റ് ചെയ്യണതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, പ്രൈമറിയിൽ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ സെക്കൻഡറിയിൽ നമ്മൾ അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈമറിയിൽ 1000 ടേൺസ് ആണെങ്കിൽ സെക്കൻഡറിയിൽ 2000 ടേൺസ് ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഈ റൊട്ടേറ്റിംഗ് സ്വിച്ച് ഉപയോഗിച്ചിട്ട് അത് 1000 നിന്ന് 500 ആക്കാം. 500 ആക്കുമ്പോൾ വോൾട്ടേജ് കുറയും. അതേപോലെ തന്നെ 1000 കൂടുതലാക്കണമെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുകയും ചെയ്യും. ഇതാണ് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വർക്കിംഗ് ആണ് ഓട്ടോ ട്രാൻസ്ഫോർമറിൽ വരുന്നത്. ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫേസും ന്യൂട്രലും മാത്രമായിട്ട് വരുന്നതാണ്, നമ്മളെ ഇൻപുട്ടിൽ വരുന്നതാണ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റെബിലൈസേഴ്സ് ഞാൻ പറഞ്ഞു ഓൾറെഡി. പിന്നെ ലൈൻ ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹൗസസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റെബിലൈസറിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വോൾട്ടേജിനെ ബൂസ്റ്റപ്പ് ചെയ്യേണ്ടി വരുന്നത് വോൾട്ടേജ് ഡൗൺ ആയ സമയത്ത്. പിന്നെ TV, VCR, പണ്ടത്തെ VCRലും പിന്നെ അതുപോലെ തന്നെ ആംപ്ലിഫയേഴ്സിലും റേഡിയോയിലും എല്ലാം തന്നെ നമുക്ക് 230 വോൾട്ടിനെ ആവശ്യാനുസരണം 12 വോൾട്ട് ആക്കിയിട്ടോ 6 വോൾട്ട് ആക്കിയിട്ടോ 3 വോൾട്ട് ആക്കിയിട്ടോ എല്ലാം തന്നെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടത് നമ്മൾ പറയുന്ന ട്രാൻസ്ഫോമർ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ നമ്മളുടെ വോൾട്ടേജിനെ, കാരണം AC വോൾട്ടേജിനെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് റെക്ടിഫയേഴ്സ്, ഡയോഡൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അത് തന്നെയാണ് ഈ ബാറ്ററി ചാർജറിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ AC ആൾട്ടർനേറ്റീവ് കറണ്ടിനെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി DC ആക്കി കൊടുക്കണം. അവിടെയും നമ്മൾ 230 വോൾട്ടിനെ DC ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത്, കുറയ്ക്കുന്നത് ഈ ട്രാൻസ്ഫോമർ വെച്ചിട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മോട്ടോഴ്സിൻ്റെ ചെറിയ സ്റ്റാർട്ടിങ് പിന്നെ സർക്യൂട്ട്സിലെല്ലാം തന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്ന വരുന്നുണ്ട്. സോഫ്റ്റ് കൺട്രോളിങ് സ്വിച്ചസിലൊക്കെ നമ്മൾ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതായി ട്രാൻസ്ഫോമറിൻ്റെ
നഷ്ടങ്ങൾ അഥവാ ലോസ്, നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന പവർ നമ്മൾ ഐഡിയലി പറയുമ്പോഴാണ് ഇൻപുട്ടിൽ കൊടുക്കുന്ന അതേ പവർ തന്നെയാണ് ഔട്ട്പുട്ടിൽ വരിക എന്ന് പറയുക. പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ ട്രാൻസ്ഫോമർ തൊട്ട് കഴിഞ്ഞാൽ കുറേ നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂട് അനുഭവപ്പെടും അല്ലേ. അപ്പോൾ ചൂട് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, അതൊരു ലോസ് ആണ്. കൊടുക്കുന്ന പവർ എന്ത് ചെയ്യും, അത് ലോസ് ആയിട്ട് മാറും, നഷ്ടമായിട്ട് വരും. അതെങ്ങനെയൊക്കെയാണ് നഷ്ടപ്പെടുന്നതിന്, അതിനെന്തുണ്ട്, അയൺ ലോസസ് എന്നാണ് അതിന് പറയുക. അയൺ ലോസസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, എഡി കറണ്ട് ലോസസും അതുപോലെ തന്നെ ഹിസ്റ്ററിസ് ലോസസും. പിന്നെ അടുത്ത് വരുന്നത് കോപ്പർ ലോസസ് ഉണ്ട്. അപ്പോൾ എഡി കറണ്ട് ലോസസ് എന്ന് പറയുമ്പോൾ അതിൽ കോറിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് അതിലേക്ക് എന്ത് വരും, ഒരു സർക്കുലേറ്റിംഗ്. അപ്പോൾ അതിലേക്ക് EMF, ഈ കോറിലും ഒരു EMF ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു കണ്ടക്ടർ ആണല്ലോ നമ്മളുടെ അയൺ പീസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതൊരു സർക്കുലേറ്റിംഗ് കറണ്ടായിട്ട് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ മുഖാന്തരം നമ്മൾ ആക്ച്വലി മാഗ്നറ്റിക് ഫീൽഡ് കടത്തി വിടുന്നത് കോയിലേക്കാണെങ്കിൽ കൂടിയും ഈ പറയുന്ന കോറ് അഥവാ പച്ചിരുമ്പ് കോറ് എന്ത് ചെയ്യും, ഈ പറയുന്ന EMF ജനറേറ്റ് ചെയ്യും. അത് അവിടെ ഒരു ലോസ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്യും. അതുമൂലം ഒരു ലോസ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനെ I² ഇൻറ്റു T, അതിൽ കൂടെ പോകുന്ന കറണ്ടിന്റെ സ്ക്വയർ ഇൻറ്റു അതിന്റെ റെസിസ്റ്റൻസ് ഇൻറ്റു ടൈം. എത്രത്തോളം ടൈം അത് വർക്ക് ചെയ്യുന്ന, ടൈം കൂടുന്തോറും ചൂട് കൂടി വരും. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത് എഡി കറണ്ട് ലോസസ് എന്ന് പറയും. പിന്നെ ഹിസ്റ്ററിസ് ലോസസ് എന്ന് പറയുന്നത് അതിൻ്റെക്ക് ഒരു AC സപ്ലൈ പ്രൈമറി വൈൻഡിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാഗ്നറ്റൈസ്ഡ് ആൻഡ്, അതായത് മാഗ്നറ്റൈസ് ചെയ്യും, അതുപോലെ തന്നെ ഡീമാഗ്നറ്റൈസ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ പറയാം AC-ക്ക് എന്തുണ്ട്, ഹൈ പീക്ക്, അതായത് ഹൈ വോൾട്ടേജ്, അല്ലെങ്കിൽ പിന്നെ അത് സീറോയിലേക്ക് ആവുന്നുണ്ട്. അതിൻ്റെ സൈൻ വേവ് കൂടിയും കുറഞ്ഞും സീറോയിൽ ക്രോസ് ചെയ്യുന്ന സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഈ പറയുന്ന മാഗ്നറ്റിക് ചെയ്യുകയും ഡീമാഗ്നറ്റൈസ് ചെയ്യും. അതായത് കാന്തമായിട്ട് മാറും, അതുപോലെ തന്നെ കാന്തമായിട്ട് മാറാതിരിക്കും, അല്ലെങ്കിൽ കാന്തമല്ലാതായിരിക്കുകയും ചെയ്യും. അത് എങ്ങനെയാ, ഈ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഒരു സെക്കൻഡിൽ തന്നെ ഒരു 50 തവണയോളം നടക്കും. അതുമൂലവും എന്തുണ്ടായിരിക്കും, ഒരു ലോസ് അവിടെ ഉണ്ടാകും. അങ്ങനെ ഒരു എനർജി ലോസ് ഉണ്ടായിരിക്കും. പിന്നെ കോപ്പർ ലോസ് എന്ന് പറയുന്നത്, കോപ്പറിന് നമ്മൾ എന്ത് തന്നെ ആണെങ്കിലും ഈ കോപ്പർ ചെമ്പ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടർ ആണെങ്കിൽ കൂടിയും അതിന് വൈൻഡിങ്സ് കൂടുമ്പോൾ നിങ്ങൾ ഒരു ട്രാൻസ്ഫോമർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്പർ ഓഫ് ടേൺസ് കൂടിയ സ്ഥലത്ത് റെസിസ്റ്റൻസ് കൂടുതലായിട്ട് കാണിക്കും. പിന്നെ നമ്പർ ഓഫ് ടേൺസ് കുറഞ്ഞ സ്ഥലത്ത് റെസിസ്റ്റൻസ് കുറവായിട്ടും കാണിക്കും. അവിടെയും എന്തുണ്ട്, ഒരു റെസിസ്റ്റീവ് ലോസ് അവിടെ വരുന്നുണ്ട്, ഒരു പ്രതിരോധം ഈ കോയിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ കോയിലിന്റെ പ്രതിരോധം മൂലവും എന്തുണ്ടായിരിക്കും, ഒരു ലോസ് ഉണ്ടായിരിക്കും. അതിന് നമ്മൾ കോപ്പർ ലോസ് എന്ന് പറയും. ആ കോപ്പർ ലോസ് പറഞ്ഞ പോലെ ആ ഒരു കോയിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെയും അവിടെ ആ കോയിൽ മൂലം ഉണ്ടാകുന്ന റെസിസ്റ്റൻസിന്റെയും ഗുണന ഫലമായിരിക്കും. ഇത്രയും ഭാഗങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്.